ദേ ഇതുപോലെ നല്ല പൊങ്ങി പപ്പടം പോലെ വരുന്ന പൂരി ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയോ? അറിയത്തില്ലെങ്കിൽ വാ നമുക്ക് ഉണ്ടാക്കി പഠിക്കാം. അപ്പോൾ റേഷൻ കടയിലെ മാവ് മേടിച്ചിട്ട് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. മറ്റ് കടയിലൊക്കെ നമ്മൾ വില കൊടുത്ത് മേടിക്കുന്ന മാവില്ലേ അതിനെക്കാട്ടിലുമൊക്കെ നല്ല പെർഫെക്റ്റും നല്ല ടേസ്റ്റിലും കിട്ടും കേട്ടോ ഈ മാവിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇത് റേഷൻ കടയിലെ മാവിൻ്റെ പരസ്യമൊന്നുമല്ല, എന്നാലും ഞാനിത് പറയുവാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യമായിട്ട് ഞാൻ വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട് മാവ് നനയ്ക്കാനായിട്ട്. അതായത് വെള്ളം ഒരുപാട് ഓവറായിട്ട് തിളച്ച് പോവരുത്, എന്നാൽ ഒത്തിരി അങ്ങ് ഇളം ചൂടുമായി പോലും കേട്ടോ. എന്നിട്ട് ആ വെള്ളത്തിൻ്റെ അകത്തോട്ട് ഒരല്പം ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ 1 സ്പൂൺ പഞ്ചസാര മിക്സ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ മാവിൻ്റെ അകത്തോട്ട് നമ്മൾ ഏത് ഓയിലാണോ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് ആ ഓയിലിൽ നിന്ന് ഒരു 3-4 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായി തിരുമ്മിയെടുക്കണം. ഈ പുട്ടിന് മാവ് കുഴക്കത്തില്ല അതുപോലെ. എന്നിട്ടൊരു 2-3 സ്പൂണ് റവ കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് പുട്ടിന് മാവ് കുഴക്കുന്നവരെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഉപ്പും പഞ്ചസാരയും ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്ത വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഇതിൻ്റെ അകത്തോട്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് പരുവമെന്ന് പറയുന്നത് ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചുകൂടെ ലൂസായിട്ടിരിക്കണം കേട്ടോ. ഒത്തിരി കട്ടിയായി പോവരുത്, എന്നാലേ നമുക്കിത് പൂരി സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നനച്ചൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. മാവിൻ്റെ പരുവം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, തൊട്ട് നോക്കുമ്പോൾ താന്ന് പോകുന്ന പരുവമാണ്. ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൈ കൊണ്ടിട്ട് ഒരുപാടിട്ട് അയക്കുകയും ഒന്നും വേണ്ട കേട്ടോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ പന്ത് പോലെ ആക്കി എടുത്തിട്ട് അന്ന് അടച്ചു വെച്ച് കൊടുത്താൽ 10 മിനിറ്റോ 15 മിനിറ്റോ അത്രയും വേണ്ടു കേട്ടോ. ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പൊങ്ങി കിട്ടുകയും ചെയ്യും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് കഴിക്കാനായിട്ട് കറിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഉരുളൻകിഴങ്ങ് കറിയാണ്. ഉരുളൻകിഴങ്ങ് കറിയും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയും ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ കറിയിലൊക്കെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് കടുക് വറുത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ മാവ് കുഴച്ച് വെച്ചതിന് ശേഷം കറി ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും സമയം റെസ്റ്റ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ എളുപ്പത്തിന് ഞാൻ ബോളാക്കിയതിന് ശേഷം എണ്ണ ഒന്ന് കയ്യിൽ തടവിയിട്ട് വേണം കേട്ടോ ബോളാക്കി എടുക്കാനുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തത് ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയോ പോയി, അതുകൊണ്ടാണ് ഇത് കാണിക്കാതിരുന്നത്. എന്നിട്ട് ആ എണ്ണയിലോട്ട് നന്നായിട്ട് ബോളാക്കി എടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് പ്രസ്സിൽ വെച്ചിട്ട് ചൂടാക്കി എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ അത് ഇതുപോലെ പന്ത് പോലെ പൊങ്ങി വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വിറകടുപ്പിലാണെങ്കിലും ഗ്യാസ് സ്റ്റൗവിലാണെങ്കിലും എണ്ണ നന്നായി ചൂടാവണം. ആവശ്യത്തിന് നമ്മൾ എണ്ണയും ഒഴിച്ചു കൊടുക്കണം. തീരെ എണ്ണ ഒത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂരി പൊങ്ങി വരത്തില്ല കേട്ടോ. അപ്പോൾ അതിനാവശ്യത്തിനുള്ള മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഓരോന്നും ഇതുപോലെ നമ്മൾ എളുപ്പത്തിന് ഞാനിങ്ങനെ പരത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് ആ ബുദ്ധിമുട്ടില്ല. ഓരോ ബോളും ഞാനിങ്ങനെ കയ്യിലോട്ട് എടുത്തതിന് ശേഷം കുറച്ച് എണ്ണയും കൂടെ തടവി ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ ചപ്പാത്തി പ്രസ്സില്ലേ അതിലോട്ട് വെച്ച് ഒരൊറ്റ ഞെക്കിൻ്റെ ആവശ്യമില്ല. ഒത്തിരി അങ്ങ് ഞെങ്ങിപ്പോരുത്, മാവ് ലൂസായതുകൊണ്ട് തന്നെ നമുക്ക് അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഇത് ശ്രദ്ധിക്കാനുള്ളത് ഓവറായിട്ട് അങ്ങ് പരത്തി എടുക്കാൻ നോക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് എണ്ണയും ഇതാവും. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒത്തിരി തിന്നാക്കി കഴിഞ്ഞാൽ പൊങ്ങി വരത്തുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഒത്തിരി കട്ടിയാവുകയും ചെയ്യരുത്. ഒരു മീഡിയം പരുവത്തിൽ നമ്മൾ ഓരോന്നും ഇങ്ങനെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി നമുക്ക് കിട്ടും. ഇത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, നല്ല പന്ത് പോലെ പൊങ്ങി വന്നിട്ടുള്ള പൂരിയാണ്. അതിൻ്റെ അകത്ത് നല്ല പൊള്ള പോലെ ഇരിക്കും കേട്ടോ. നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തെങ്കിലും ഡൗട്ടോ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, കമൻറ്റ് ബോക്സിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് സ്നാക്സ് ആയിട്ട് മക്കൾക്ക് പൂരിയും കറിയാണ് കേട്ടോ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ പൂരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ചായയോടെയും ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെയും ഒക്കെ അത് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യാൻ മറന്നോല്ലേ.